ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തമ്പനയിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉറക്കത്തിൽ പോലും നമുക്ക് വരുമാനം ലഭിക്കുവാണെങ്കിലോ, അങ്ങനത്തെ ആ ഒരു ബിസിനസ്സിനെ കുറിച്ചല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. എങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് വരുമാനം തരുന്ന ഒരു ബിസിനസ് മേഖലയുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ ഉപഭോക്താക്കളാണ്. ഏതാണെന്നല്ലേ, ഓൺലൈനിലൂടെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ വിൽക്കുക, നമ്മുടെ പ്രോഡക്റ്റുകൾ വിൽക്കുക, അല്ലെങ്കിൽ സർവീസുകൾ വിൽക്കുക. അതുവഴി നമുക്ക് വരുമാനം രാത്രിയിലും ലഭിക്കും. നമ്മൾ പണിയെടുക്കേണ്ട, നമ്മളതിൻ്റെ തുടക്കത്തിൽ മാത്രം നമ്മൾ ജോലി ചെയ്താൽ മതി. എന്ത് ജോലിയാണ്, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എവിടെയെങ്കിലും പോയി ഹോൾസെയിലായിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക. ആ പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടുവന്ന് ആമസോണ്, ഫ്ലിപ്കാർട്ട്, ഇന്ത്യ മാർട്ട്, അങ്ങനെ ഓൺലൈൻ സൈറ്റുകളിൽ നമ്മൾ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക. ആ പ്രോഡക്റ്റുകൾ നമ്മൾ ഇവയിൽ രജിസ്റ്റർ ചെയ്തു, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇവരുടെ വെയർ ഹൗസുകളുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളവയുടെയൊക്കെ വെയർ ഹൗസുകളുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനവർ നമുക്ക് തരുന്ന, വെയർ ഹൗസിന് തരുന്ന ഒരു എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്ലേസ് തരും, നമ്മുടെ പ്രോഡക്റ്റ് സൂക്ഷിക്കാനായിട്ടുള്ള സ്ഥലം തരും. അപ്പോൾ അതിന് ചെറിയൊരു കമ്മീഷൻ അവരെടുക്കും, അതിൻ്റെ ഒരു റെൻറ്റ് പോലെ എടുക്കും. അപ്പം അങ്ങനെ നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഉപഭോക്താക്കൾ നിങ്ങളുടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് ഓർഡർ ചെയ്യുമ്പോൾ നേരെ ആ ഓർഡർ നിങ്ങളുടെ വെയർ ഹൗസിലാണ് വരിക. വെയർ ഹൗസിൽ നിന്ന് ആ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അരികിലെത്തും. നിങ്ങൾ വേറെ ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക, അതുമാത്രമാണ് നിങ്ങളുടെ ജോലി. ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് മാത്രമാണ് ഇതിലുള്ള ഒരു പ്രധാന കാര്യം. ആദ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക, ആ സാധനങ്ങൾ നമ്മളവിടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുക. അപ്പം നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം ലഭിക്കും. രണ്ടാമത്, നിങ്ങൾ ട്യൂഷനൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ബുക്സൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളത് ഓൺലൈനിലൂടെ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക. അതും നിങ്ങൾക്ക് വരുമാനം കിട്ടും. ഇങ്ങനെ ഓൺലൈൻ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പം നിലവിലൊരു തൊഴിലുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനിലും കൂടെ നിങ്ങളുടെ പ്രസൻസ് വർദ്ധിപ്പിക്കണം. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിക്കോട്ടെ, അല്ലാതെ വെബ്സൈറ്റുകളോ മൊബൈൽ ആപ്ലിക്കേഷൻസോ എന്തുമായിക്കോട്ടെ, അവയിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക. അവ ബിസിനസ്സിന് വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു മേഖല ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷൻ വരുന്നില്ല. കാരണം ഓൾറെഡി അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രോഡക്റ്റും സർവീസും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഇത് അധികം റിസ്ക് ഇല്ല, നമുക്ക് ഈസിയാണ്, നല്ല വരുമാനവും നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ബിസിനസ് ഐഡിയകൾ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. ഇപ്പം ഒരുപാട്